ഒരു രാത്രിയിൽ മിടുക്കനായ ഉണ്ണി മുറ്റത്ത് കിടന്ന് ആകാശത്തേക്ക് നോക്കുകയായിരുന്നു. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും കണ്ടപ്പോൾ അവന് ഒരുപാട് സംശയങ്ങൾ തോന്നി. പെട്ടെന്ന് ആകാശത്തുനിന്നും ഒരു കുഞ്ഞു വെളിച്ചപ്പൊട്ട് ഉണ്ണിയുടെ മുന്നിലേക്ക് പറന്നിറങ്ങി. അത് തിളങ്ങുന്ന ഒരു കുട്ടി റോക്കറ്റായിരുന്നു. അത് ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി, ഞാൻ നിന്നെ ബഹിരാകാശത്തേക്ക് ഒരു യാത്ര കൊണ്ടുപോകാം, വരുന്നോ? ഉണ്ണിക്ക് സന്തോഷമായി. അവൻ വേഗം റോക്കറ്റിൽ കയറി. യാത്രയിൽ റോക്കറ്റ് ഉണ്ണിക്ക് കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അന്തരീക്ഷം കഴിഞ്ഞുള്ള ലോകം, നമ്മുടെ ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിന്റെ പാളി, അറ്റ്മോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ ബഹിരാകാശമായി. അവിടെ വായുവോ ശ്വസിക്കാൻ ഓക്സിജനോ ഇല്ല. ഗുരുത്വാകർഷണം ഇല്ല. ബഹിരാകാശത്ത് ഗുരുത്വാകർഷണം, ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നിലത്തു നിൽക്കാൻ കഴിയില്ല. നമ്മൾ വായുവിൽ അങ്ങനെ ഒഴുകി നടക്കും. ശബ്ദം കേൾക്കില്ല. ഇവിടെ വായു ഇല്ലാത്തതുകൊണ്ട് ശബ്ദതരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബഹിരാകാശത്ത് എന്ത് വലിയ ശബ്ദം ഉണ്ടാക്കിയാലും ആർക്കും ഒന്നും കേൾക്കാൻ പറ്റില്ല. അവിടെ എപ്പോഴും ഘനഘോരമായ നിശബ്ദയാണ്. അവിടെ വെച്ച് ഉണ്ണി സൂര്യനെയും ഭൂമിയുൾപ്പെടെയുള്ള 8 ഗ്രഹങ്ങളെയും പ്ലാനറ്റ്സ്, പാറക്കഷണങ്ങൾ നിറഞ്ഞ ഉപഗ്രഹങ്ങളെയും കണ്ടു. ഭൂമി ഒരു നീല പന്തുപോലെ ഭംഗിയായി തിളങ്ങുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. റോക്കറ്റ് സൂര്യനോട് വളരെ അടുത്തെത്തിയപ്പോൾ ഉണ്ണിക്ക് നല്ല ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി. അവിടെ വെച്ച് വലിപ്പത്തിൽ വളരെ ചെറിയ, ചാരനിറമുള്ള ഗ്രീ ഒരു ഗ്രഹം ഉണ്ണി കണ്ടു. നമ്മുടെ ചന്ദ്രനെപ്പോലെ ഒരുപാട് കുഴികളുള്ള ഒരു ഗ്രഹമായിരുന്നു അത്. റോക്കറ്റ് ബുധനെക്കുറിച്ച് ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തു. ഏറ്റവും ചെറിയ ഗ്രഹം, ഉണ്ണി, നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ഇതിന് നമ്മുടെ ചന്ദ്രനേക്കാൾ അല്പം മാത്രമേ വലിപ്പക്കൂടുതൽ ഉള്ളൂ. അതിവേഗക്കാരൻ, സൂര്യനോട് ഏറ്റവും അടുത്തു കിടക്കുന്നതുകൊണ്ട് ബുധൻ വളരെ വേഗത്തിലാണ് സൂര്യനെ വലം വെക്കുന്നത്. വെറും 88 ദിവസം കൊണ്ട് ബുധനിലെ ഒരു വർഷം തീരും. പകൽ പൊള്ളും, രാത്രി തണുത്തുറയും. ബുധന് സ്വന്തമായി അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ ഇല്ല. അതുകൊണ്ട് സൂര്യന്റെ ചൂട് പിടിച്ചു നിർത്താൻ ഇതിന് കഴിയില്ല. പകൽ സമയത്ത് ഇവിടെ 430 ഡിഗ്രി സെൽഷ്യസ് വരെ കഠിനമായ ചൂടായിരിക്കും. എന്നാൽ രാത്രിയാകുമ്പോൾ വായു ഇല്ലാത്തതുകൊണ്ട് ചൂട് മുഴുവൻ ബഹിരാകാശത്തേക്ക് പോകും. അങ്ങനെ രാത്രി താപനില -180 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയും ചെയ്യും. ബുധന്റെ ഉപരിതലത്തിൽ വന്ന് ഇടിച്ച ഉൽക്കകൾ, മീറ്റിയറൈറ്റ്സ് ഉണ്ടാക്കിയ വലിയ വലിയ കുഴികൾ, ക്രേറ്റേഴ്സ് കണ്ട് ഉണ്ണി അത്ഭുതപ്പെട്ടു. വായുവും വെള്ളവും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ജീവന്റെ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു. റോക്കറ്റ് ശുക്രന് അടുത്തെത്തിയപ്പോൾ ഉണ്ണിക്ക് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം സ്വർണ്ണനിറത്തിലുള്ള കട്ടിയുള്ള മേഘങ്ങളാൽ മൂടിയ, അതിമനോഹരമായി തിളങ്ങുന്ന ഒരു ഗ്രഹമായിരുന്നു അത്. റോക്കറ്റ് ശുക്രന്റെ രഹസ്യങ്ങൾ ഉണ്ണിക്ക് പറഞ്ഞുകൊടുത്തു. ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം, ഉണ്ണി, സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധനാണെങ്കിലും സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രനാണ്. ഇവിടെ ഏതാണ്ട് 475 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാകും. ഒരു പ്രഷർ കുക്കറിന്റെ ഉള്ളിലിരിക്കുന്നത് പോലെയാണ് ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷം. ഭൂമിയുടെ ഇരട്ട സഹോദരി, വലിപ്പത്തിലും ഭാരത്തിലും ഭൂമിയോട് വളരെ സാമ്യമുള്ളതുകൊണ്ട് ശുക്രനെ ഭൂമിയുടെ ഇരട്ട, എർത്ത് എസ് ട്വിൻ എന്ന് വിളിക്കുന്നു. പക്ഷേ ഇവിടെ ഭൂമിയെപ്പോലെ ജീവിക്കാൻ കഴിയില്ല. തലതിരിഞ്ഞ കറക്കം. നമ്മുടെ ഭൂമിയുൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ കറങ്ങുന്നതിന്റെ നേരെ വിപരീത ദിശയിലാണ് ശുക്രൻ കറങ്ങുന്നത്. അതുകൊണ്ട് ശുക്രനിൽ പടിഞ്ഞാറാണ് സൂര്യൻ ഉദിക്കുന്നത്. കിഴക്ക് അസ്തമിക്കുകയും ചെയ്യും. നീളമേറിയ പകൽ. ശുക്രൻ സ്വയം കറങ്ങാൻ ഒരുപാട് സമയമെടുക്കും. ഇവിടെ ഒരു വർഷം 225 ദിവസങ്ങൾ തീരുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം ഒരു ദിവസം 243 ദിവസങ്ങൾ തീരാൻ. ശുക്രന്റെ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് വാതകവും സൾഫ്യൂരിക് ആസിഡ് അടങ്ങിയ മേഘങ്ങളും നിറഞ്ഞതുകൊണ്ടാണ് സൂര്യപ്രകാശത്തെ ഉള്ളിൽ തന്നെ പൂട്ടിയിട്ട് ഇതിന് ഇത്രയും കഠിനമായ ചൂട് ലഭിക്കുന്നത് എന്ന് ഉണ്ണി മനസ്സിലാക്കി. റോക്കറ്റ് ഭൂമിയോട് അടുത്തപ്പോൾ ഉണ്ണിക്ക് വലിയ സന്തോഷമായി. ശ്വസിക്കാൻ നല്ല ശുദ്ധവായുവും കുടിക്കാൻ തണുത്ത വെള്ളവും അവിടെയുണ്ടായിരുന്നു. റോക്കറ്റ് ഭൂമിയുടെ പ്രത്യേകതകൾ ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തു.
നീലഗ്രഹം ബ്ലൂ പ്ലാനറ്റ് ഉണ്ണി ഭൂമിയുടെ ഉപരിതലത്തിന്റെ 71% വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലക്കല്ല് പോലെ തിളങ്ങി നിൽക്കുന്നത്. ജീവനുള്ള ഏക ഗ്രഹം, നമുക്കറിയാവുന്ന പ്രപഞ്ചത്തിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്ന ഒരേയൊരു ഗ്രഹം ഭൂമിയാണ്. കൃത്യമായ ചൂടും ശ്വസിക്കാൻ ഓക്സിജനും കുടിക്കാൻ ദ്രാവക രൂപത്തിലുള്ള വെള്ളവും ഇവിടെയുള്ളതുകൊണ്ടാണ് ചെടികളും മനുഷ്യരും മൃഗങ്ങളും ഇവിടെ ജീവിക്കുന്നത്. സംരക്ഷണ കവചം ഭൂമിക്ക് ചുറ്റും അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ എന്നൊരു വായുപാളിയുണ്ട്. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ രശ്മികളിൽ നിന്നും ബഹിരാകാശത്ത് നിന്ന് വരുന്ന ഉൽക്കകളിൽ നിന്നും ഇത് നമ്മളെ ഒരു കുട പോലെ സംരക്ഷിക്കുന്നു. ഭൂമി സൂര്യനെ വലം വെക്കാൻ 365 ദിവസങ്ങൾ, ഒരു വർഷം എടുക്കുന്നുണ്ടെന്നും സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാൻ 24 മണിക്കൂർ, ഒരു ദിവസം എടുക്കുന്നുണ്ടെന്നും ഉണ്ണി മനസ്സിലാക്കി. ഭൂമിക്ക് കൂട്ടായി ചന്ദ്രൻ എന്ന ഒരൊറ്റ ഉപഗ്രഹം മാത്രമേ ഉള്ളൂ. റോക്കറ്റ് ഉണ്ണിയെയും കൊണ്ട് ചുവന്നു തൊടുത്ത ഒരു ഗ്രഹത്തിന് അടുത്തെത്തി. അത്ഭുതത്തോടെ ഉണ്ണി ചോദിച്ചു, ഇതെന്താണ് ഈ ഗ്രഹത്തിന് ഇത്ര ചുവപ്പ് നിറം? റോക്കറ്റ് പറഞ്ഞു കൊടുത്തു, ചുവന്ന ഗ്രഹം റെഡ് പ്ലാനറ്റ് ഉണ്ണി. ചൊവ്വയുടെ ഉപരിതലത്തിൽ വൻതോതിൽ ഇരുമ്പ് ഓക്സൈഡ്, അയൺ ഓക്സൈഡ് അഥവാ ഇരുമ്പ് തുരുമ്പിച്ച മണ്ണ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ചുവന്ന ഗ്രഹം എന്ന് വിളിക്കുന്നത്. ഏറ്റവും വലിയ അഗ്നിപർവ്വതം, ഭൂമിയിലെ ഏറ്റവും വലിയ മലയായ എവറസ്റ്റിനേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള ഒളിമ്പസ് മോൺസ് എന്ന അഗ്നിപർവ്വതം ഈ ചൊവ്വയിലാണ് ഉള്ളത്. തണുത്തുറഞ്ഞ ലോകം കാണാൻ നല്ല ചുവപ്പും ചൂടുള്ളതുമായി തോന്നുമെങ്കിലും ചൊവ്വ വളരെ തണുപ്പുള്ള ഒരു ഗ്രഹമാണ്. കാരണം ഇവിടെ അന്തരീക്ഷം വളരെ നേർത്തതാണ്. സൂര്യന്റെ ചൂട് നിലനിർത്താൻ ഇതിന് കഴിയില്ല. അവിടെ വെച്ച് ചൊവ്വക്ക് ചുറ്റും കറങ്ങുന്ന ഫോബോസ്, ഡീമോസ് എന്നീ 2 കുഞ്ഞു ചന്ദ്രന്മാരെയും ഉപഗ്രഹങ്ങൾ ഉണ്ണി കണ്ടു. ഭൂമിയെപ്പോലെ തന്നെ ഒരു കാലത്ത് ചൊവ്വയിലും വെള്ളവും ജീവനും ഉണ്ടായിരുന്നിരിക്കാം എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. അതുകൊണ്ടുതന്നെ മനുഷ്യർ അയച്ച നിരവധി റോബോട്ടിക് വണ്ടികൾ, റോവേഴ്സ് അവിടെ ഇപ്പോൾ മണ്ണും പാറയും ഒക്കെ പരിശോധിക്കുന്നുണ്ടെന്ന വിവരം കേട്ട് ഉണ്ണി ആവേശഭരിതനായി. വ്യാഴത്തിന് അടുത്തെത്തിയപ്പോൾ ഉണ്ണി അത്ഭുതത്തോടെ കണ്ണുതള്ളിപ്പോയി. കാരണം നമ്മുടെ ഭൂമിയേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള ഒരു കൂറ്റൻ ഗ്രഹമായിരുന്നു അത്. അതിനു ചുറ്റും മനോഹരമായ ചുവപ്പും തവിട്ടും നിറത്തിലുള്ള വരകളും ഉണ്ടായിരുന്നു. റോക്കറ്റ് വ്യാഴത്തിന്റെ രഹസ്യങ്ങൾ ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തു. ഗ്രഹങ്ങളുടെ രാജാവ് ജയന്റ് പ്ലാനറ്റ് ഉണ്ണി, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണിത്. ബാക്കി എല്ലാ ഗ്രഹങ്ങളെയും ഒന്നിച്ചു ചേർത്തുവെച്ചാൽ പോലും വ്യാഴത്തിന്റെ പകുതി വലിപ്പമേ ആകുകയുള്ളൂ. ഇതിനുള്ളിൽ 1300 ഭൂമികളെ ഇറക്കിവെക്കാൻ സാധിക്കും. വാതക ഭീമൻ ഗ്യാസ് ജയന്റ് ഭൂമിയെപ്പോലെ ചവിട്ടി നിൽക്കാൻ ഇതിന് കട്ടിയുള്ള ഉപരിതലം ഇല്ല. ഇത് മുഴുവൻ ഹൈഡ്രജൻ, ഹീലിയം എന്നീ വാതകങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. വലിയ ചുവന്ന പൊട്ട്, ഗ്രേറ്റ് റെഡ് സ്പോട്ട്, വ്യാഴത്തിന്റെ മധ്യഭാഗത്തായി കാണുന്ന ആ വലിയ ചുവന്ന കണ്ണ് പോലെയുള്ള ഭാഗം കണ്ടോ? അത് നൂറ്റാണ്ടുകളായി അവിടെ വീശിയടിക്കുന്ന ഒരു വൻ കൊടുങ്കാറ്റാണ് സ്റ്റോം. ആ ഒറ്റ കൊടുങ്കാറ്റിനുള്ളിൽ നമ്മുടെ ഭൂമിയേക്കാൾ വലിയൊരു ഗ്രഹത്തിന് സുഖമായി ഒതുങ്ങാൻ കഴിയും. അതിവേഗ കറക്കം, വ്യാഴം വലിപ്പത്തിൽ ഭീമനാണെങ്കിലും സ്വയം കറങ്ങാൻ വെറും 10 മണിക്കൂർ മാത്രമേ എടുക്കൂ. സൗരയൂഥത്തിൽ ഏറ്റവും ചെറിയ ദിവസമുള്ളത് വ്യാഴത്തിലാണ്. വ്യാഴത്തിന് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങളുടെ വലിയൊരു പട തന്നെ ഉണ്ണി കണ്ടു. ഇതിൽ ഗാനിമീഡ് എന്ന ഉപഗ്രഹം നമ്മുടെ ബുധൻ ഗ്രഹത്തേക്കാൾ വലുതാണെന്ന വിവരം കേട്ട് ഉണ്ണി മൂക്കത്ത് വിരൽ വെച്ചുപോയി. ശനിയുടെ അടുത്തെത്തിയപ്പോൾ ഉണ്ണിക്ക് അതിന്റെ ചുറ്റുമുള്ള വലിയ വളയങ്ങളിൽ റിങ്സ് തൊട്ടുനോക്കാൻ പൂതിയായി. റോക്കറ്റ് ശനിയുടെ രഹസ്യങ്ങൾ ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തു. മനോഹരമായ വളയങ്ങൾ ഉണ്ണി, ശനിക്ക് ചുറ്റുമുള്ള ഈ വളയങ്ങൾ വെറും പുകയല്ല. കോടിക്കണക്കിന് ഐസ് കഷണങ്ങളും പാറകളും ബഹിരാകാശ പൊടിയും ചേർന്നാണ് ഈ വളയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇവ വളരെ വേഗത്തിൽ ശനിയെ വലം വയ്ക്കുന്നുണ്ട്. 1. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. വ്യാഴത്തെപ്പോലെ ശനിയും ഹൈഡ്രജനും ഹീലിയവും നിറഞ്ഞ ഒരു വാതക ഭീമനാണ് ഗ്യാസ് ജയന്റ്.
ഇതിന്റെ സാന്ദ്രത ഡെൻസിറ്റി വെള്ളത്തേക്കാൾ കുറവാണ്. അതുകൊണ്ട് ശനിയെ പിടിച്ചിടാൻ പറ്റിയ ഒരു വലിയ ബക്കറ്റ് വെള്ളം കിട്ടിയാൽ ശനി അതിൽ ഒരു പന്തുപോലെ പൊങ്ങിക്കിടക്കും. ഉപഗ്രഹങ്ങളുടെ രാജാവ്. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ മൂൺസ് ഉള്ളത് ശനിക്കാണ്. നിലവിൽ 140-ലധികം ഉപഗ്രഹങ്ങൾ ഇതിനുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ടൈറ്റൻ എന്ന ഉപഗ്രഹത്തിന് സ്വന്തമായി കട്ടിയുള്ള അന്തരീക്ഷം പോലുമുണ്ട്. ശക്തമായ കാറ്റ്. ശനിയിൽ മണിക്കൂറിൽ 1800 കിലോമീറ്റർ വേഗതയിൽ വരെ ഭയങ്കരമായ കാറ്റ് വീശിയടിക്കാറുണ്ട്. ഇത് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റിനേക്കാൾ എത്രയോ മടങ്ങാണ്. ഭൂമിയിൽ നിന്നും നോക്കിയാൽ വെറുമൊരു നക്ഷത്രമായി തോന്നുന്ന ശനിക്ക് ഇത്രയും വലിയ വളയങ്ങൾ ഉണ്ടെന്ന് നേരിട്ട് കണ്ടപ്പോൾ ഉണ്ണിയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. യുറാനസിന് അടുത്തെത്തിയപ്പോൾ ഉണ്ണിക്ക് കഠിനമായ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. അവിടെ വെച്ച് ഗ്രഹത്തിന്റെ കറക്കം കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടുപോയി. റോക്കറ്റ് യുറാനസിന്റെ വിചിത്രമായ രഹസ്യങ്ങൾ ഉണ്ണിക്ക് പറഞ്ഞുകൊടുത്തു. കിടന്നു കറങ്ങുന്ന ഗ്രഹം ഉണ്ണി. ബാക്കി എല്ലാ ഗ്രഹങ്ങളും പമ്പരം കറങ്ങുന്നത് പോലെയാണ് കറങ്ങുന്നത്. എന്നാൽ യുറാനസ് ഒരു പന്ത് നിലത്തുരുണ്ടു പോകുന്നത് പോലെ ചരിഞ്ഞു കിടന്നാണ് റോലോവ് കറങ്ങുന്നത്. അതുകൊണ്ട് ഇതിന്റെ ധ്രുവങ്ങളാണ് സൂര്യന് നേരെ വരിക. മഞ്ഞു ഭീമൻ ഐസ് ജയന്റ്. ഇത് വ്യാഴത്തെയും ശനിയെയും പോലെ വെറും വാതകമല്ല. ഇതിന്റെ ഉള്ളിൽ വെള്ളം, അമോണിയ, മീഥേൻ എന്നിവ തണുത്തുറഞ്ഞു കട്ടിയായ വലിയൊരു മഞ്ഞുപാളിയുണ്ട്. അതുകൊണ്ട് ഇതിനെ ഐസ് ജയന്റ് എന്ന് വിളിക്കുന്നു. നീല പച്ച നിറത്തിന്റെ രഹസ്യം. യുറാനസിന്റെ അന്തരീക്ഷത്തിലുള്ള മീഥേൻ വാതകം സൂര്യപ്രകാശത്തിലെ ചുവപ്പ് നിറത്തെ വലിച്ചെടുക്കുകയും നീല നിറത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഭംഗിയുള്ള നീല പച്ച നിറം ലഭിക്കുന്നത്. വളരെയേറെ തണുപ്പുള്ള ലോകം. സൗരയൂഥത്തിലെ ഏറ്റവും തണുപ്പേറിയ അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളിലൊന്നാണിത്. ഇവിടെ താപനില -224 വരെ താഴാറുണ്ട്. യുറാനസിനും ചുറ്റും ചെറുതായി കാണാൻ കഴിയുന്ന 13 കറുത്ത വളയങ്ങളും അതിനെ വലം വയ്ക്കുന്ന 28 കുഞ്ഞു ചന്ദ്രന്മാരെയും മൂൺസ് റോക്കറ്റ് ഉണ്ണിക്ക് കാണിച്ചു കൊടുത്തു. നെപ്റ്റ്യൂണിന്റെ അടുത്തെത്തിയപ്പോൾ റോക്കറ്റ് വല്ലാതെ ഉലയാൻ തുടങ്ങി. അവിടെ ഭയങ്കരമായ ശബ്ദത്തോടെ വലിയ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. റോക്കറ്റ് നെപ്റ്റ്യൂണിനെക്കുറിച്ച് ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തു. ഏറ്റവും അകലെയുള്ള ഗ്രഹം ഉണ്ണി. സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരെയുള്ള ഔദ്യോഗിക ഗ്രഹമാണിത്. അതുകൊണ്ടുതന്നെ സൂര്യപ്രകാശം ഇവിടെയെത്താൻ ഏതാണ്ട് 4 മണിക്കൂറിലധികം സമയമെടുക്കും. അതിവേഗ കൊടുങ്കാറ്റുകൾ. സൗരയൂഥത്തിൽ ഏറ്റവും ശക്തമായ കാറ്റ് വീശുന്നത് നെപ്റ്റ്യൂണിലാണ്. മണിക്കൂറിൽ 2100 കിലോമീറ്ററിലധികം വേഗതയിലാണ് ഇവിടെ കാറ്റ് അടിക്കുന്നത്. ഇത് ഒരു സൂപ്പർസോണിക് വിമാനത്തിന്റെ വേഗയേക്കാൾ കൂടുതലാണ്. മഞ്ഞു ഭീമൻ ഐസ് ജയന്റ്. യുറാനസിനെപ്പോലെ നെപ്റ്റ്യൂണും ഒരു മഞ്ഞു ഭീമനാണ്. ഇതിന്റെ ഉള്ളിലും വെള്ളം, അമോണിയ, മീഥേൻ എന്നിവ തണുത്തുറഞ്ഞു കിടക്കുന്നു. അന്തരീക്ഷത്തിലെ മീഥേൻ വാതകം കാരണമാണ് ഇതിന് ഈ കടുംനീല നിറം കിട്ടിയത്. വലിയ ഇരുണ്ട പൊട്ട് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട്. വ്യാഴത്തെപ്പോലെ നെപ്റ്റ്യൂണിലും പണ്ട് ശാസ്ത്രജ്ഞർ ഒരു വലിയ കറുത്ത പൊട്ട് കണ്ടിരുന്നു. അത് ഭൂമിയോളം വലിപ്പമുള്ള ഒരു കൂറ്റൻ കൊടുങ്കാറ്റായിരുന്നു. നെപ്റ്റ്യൂണിന് ചുറ്റും കറങ്ങുന്ന 16 ചന്ദ്രന്മാരെ ഉണ്ണി കണ്ടു. അതിൽ ട്രൈറ്റൻ എന്ന വലിയ ചന്ദ്രൻ നെപ്റ്റ്യൂൺ കറങ്ങുന്നതിന്റെ നേരെ വിപരീത ദിശയിലാണ് ചുറ്റിക്കറങ്ങുന്നത് എന്നറിഞ്ഞപ്പോൾ ഉണ്ണിക്ക് വലിയ അത്ഭുതമായി. പ്ലൂട്ടോയുടെ അടുത്തെത്തിയപ്പോൾ ഉണ്ണിക്ക് വലിയ കൗതുകം തോന്നി. കാരണം ബാക്കി ഗ്രഹങ്ങളെ അപേക്ഷിച്ച് പ്ലൂട്ടോ വളരെ ചെറുതായിരുന്നു. നമ്മുടെ ചന്ദ്രനേക്കാൾ ചെറിയൊരു മഞ്ഞുലോകം. റോക്കറ്റ് പ്ലൂട്ടോയുടെ കഥ ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തു. വാമന ഗ്രഹം ഡ്വാർഫ് പ്ലാനറ്റ് ഉണ്ണി. 2006 വരെ പ്ലൂട്ടോ നമ്മുടെ സൗരയൂഥത്തിലെ 9ാമത്തെ ഗ്രഹമായിരുന്നു. എന്നാൽ ഇതിന്റെ വലിപ്പക്കുറവ് കൊണ്ടും ഇതിന്റെ ഭ്രമണപഥത്തിനടുത്ത് മറ്റ് നിരവധി പാറക്കഷണങ്ങൾ ഉള്ളതുകൊണ്ടും ശാസ്ത്രജ്ഞർ ഇതിനെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റി കുള്ളൻ ഗ്രഹം അഥവാ വാമന ഗ്രഹം എന്ന് വിളിക്കാൻ തുടങ്ങി. പ്ലൂട്ടോയുടെ ഹൃദയം. പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ നോക്കൂ. അവിടെ നൈട്രജൻ ഐസ് കൊണ്ട് ഉണ്ടായ വലിയൊരു ഹൃദയത്തിന്റെ ആകൃതി ഹാർട്ട് ഷേപ്ഡ് റീജിയൻ കാണാം.
ഇതിനെ ടോംബോ റീജിയോ, ടോംബ റീജിയോ എന്നാണ് വിളിക്കുന്നത്. തണുത്തുറഞ്ഞ ലോകം, സൂര്യനിൽ നിന്നും വളരെ ദൂരെയായതുകൊണ്ട് പ്ലൂട്ടോയിൽ എപ്പോഴും കഠിനമായ തണുപ്പാണ്. ഇവിടെ താപനില -230 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട്. വലിയ ചന്ദ്രൻ പ്ലൂട്ടോക്ക്, കാരിയോൺ, കേറൻ ഉൾപ്പെടെ 5 ചന്ദ്രന്മാരുണ്ട്. ഇതിൽ കാരിയോണിന് പ്ലൂട്ടോയുടെ പകുതിയോളം വലിപ്പമുണ്ട്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരു ഭാരോദ്വഹന ജോഡി പോലെയാണ് ബഹിരാകാശത്ത് കറങ്ങുന്നത്. സൗരയൂഥത്തിലെ വലിയ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടെങ്കിലും പ്ലൂട്ടോ ഇപ്പോഴും ബഹിരാകാശത്തെ ഏറ്റവും മനോഹരമായ ഒരു വിസ്മയമാണെന്ന് ഉണ്ണിക്ക് മനസ്സിലായി.